കണ്ടോടി നിന്റെ വക്കീലിനെ? അവനെ ജയിലിലാക്കിയപ്പോ സമാധാനമായല്ലോ അല്ലേ? എത്ര സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന ഒരുത്തനായിരുന്നു അവൻ. നിന്റെ കൂടെ കൂടി തീർന്നു. ആ പിന്നെ നീ എവിടെയെങ്കിലും പോയി നശിച്ചോ? എന്തിനാണ് ഈ പാവം പെണ്ണിനെയും കൂടെ കൊണ്ടു നടക്കുന്നേ? കണ്ണി കണ്ട പോലീസ് സ്റ്റേഷനിലും കോടതി വരാന്തയിലും ഒക്കെ നിരങ്ങിയിട്ട് വന്നിരിക്കുക. ഇവള് വിളിക്കുമ്പോ വരില്ല എന്ന് പറയാൻ എന്താണ് നിന്നെ കൊണ്ട് പറ്റാത്തത്? അതിന് ചേച്ചി വിളിച്ചിട്ടല്ലല്ലോ ഞാൻ കൂടെ പോയത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ. നീ കല്യാണം കഴിയാത്തവളാ, അത് ഓർമ്മ വേണം. എനിക്കൊരു പേടിയുമില്ല. ഞാൻ ഇനിയും ചേച്ചിയുടെ കൂടെ പോവും. അതിനി ഏത് നരകത്തിലോട്ടാണെങ്കിലും പോവും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടി. കഴിഞ്ഞോ പറഞ്ഞു? സിദ്ധുവിനെ റിമാൻഡ് ചെയ്തു വെച്ച് എല്ലാം തീർന്നു എന്നൊന്നും ആരും വിചാരിക്കണ്ട. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വൈകാതെ കോടതിക്ക് മനസ്സിലാവും. കോടതിക്ക് മനസ്സിലാവുമായിരിക്കും, ഞാനത് വിശ്വസിക്കില്ല. പ്രഭാവതിയെ ഈ നിലയിലാക്കിയത് സിദ്ധുവാ, അതിലെനിക്ക് ഒരു സംശയമില്ല. അതുകൊണ്ടല്ലേടി അന്ന് അവൾ ഓഗർ ചെറുക്കം വന്നപ്പോ ശരത് മോൻ പറഞ്ഞത് മുഴുവൻ മനോഹരൻ മായ്പിച്ചു കളഞ്ഞത്. ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ മനോഹരൻ അങ്ങനെ ചെയ്തത്? എത്ര കാലം ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ജീവിക്കും? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പുറത്തു വരും. വ്ലോഗർ വന്നു ഇവിടെയോ? അതെ, എന്തേ വരാൻ പാടില്ലേ? എന്നെ എടുത്തതാ. എവിടെ വൈറലാവാനുള്ള യോഗമില്ല. ഇനി എന്തിനാ ഈ വ്ലോഗർമാർക്ക് ഇവിടെ കയറിന്നിറങ്ങുന്ന? എടി ശരത് മോൻ ഇപ്പൊ ആരാ? മഹാനാ, മഹാൻ. അവനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചില അഭിമുഖങ്ങൾ വരും. അടുത്ത തവണ അവന് പല അവാർഡും കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. ഉവ്, പത്മശ്രീ കിട്ടാൻ സാധ്യതയുണ്ട്. എന്റെ മുത്തശ്ശി ശരത്തിന് ഇനി ഒരു അവാർഡ് കിട്ടാൻ മാത്രമേ സാധ്യതയുള്ളൂ. വിലങ്ങ്. അതിനി എന്ന് നടക്കുന്നു മാത്രം അറിഞ്ഞാ മതി. കാത്തിരുന്നാ മതി. അതിനു മുമ്പ് നീ അടക്കാകത്താവാതിരുന്നാ മതി. അപ്പൊ ഒരു വ്ലോഗർ വന്നു. അതെന്തിനായിരിക്കും പ്രിയ വന്നത്? മോളെ, അത് ശരത്ത് അങ്ങോട്ട് കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയതായിരുന്നു. ഭാഗത്തിന് കാശ് കൊടുക്കുന്ന ഞാൻ കണ്ടു. അത് കയ്യോടെ പിടിച്ച് റെക്കോർഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടു. എന്തായിരുന്നു അച്ഛാ വീഡിയോയിൽ ഉണ്ടായിരുന്നത്? സിദ്ധുവിനെതിരെയുള്ള മൊഴികൾ. അത് സ്വാഭാവികമാണല്ലോ. എങ്ങനെയൊക്കെ താറടിക്കാവോ അങ്ങനെയൊക്കെ താറടിക്കലാണല്ലോ അവൻ്റെ ലക്ഷ്യം. ഇത്തവണ നടന്നില്ല എന്ന് വെച്ച് എല്ലാ തവണ എങ്ങനെ പറ്റണമെന്നില്ല. ഞാൻ ആലോചിക്കുന്ന അതല്ല അച്ഛാ. സിദ്ധു റിമാൻഡിലായി കഴിഞ്ഞു. തെളിവുകൾ മുഴുവൻ ഇപ്പൊ സിദ്ധുവിനെതിരാണ്. എന്നിട്ടും കുറ്റം ചെയ്ത സിദ്ധു ആണെന്ന് വരുത്താൻ എന്തിനവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്? അതിനൊരു കാരണം വേണ്ടേ? അത് ശരിയാ, അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ പോലെ അവൻ പെരുമാറുന്നത്. ജാമ്യം കിട്ടി സിദ്ധു പുറത്തു വരുമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. അപ്പം അതിനു മുമ്പ് നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി നാറ്റിക്കലാണെങ്കിലും അവൻ്റെ ലക്ഷ്യം. അതല്ല അച്ഛാ, അങ്ങനെയല്ല. അതിന്റെ പിന്നില് വ്യക്തമായൊരു പ്ലാനുണ്ട്. സിദ്ധു അല്ല വണ്ടി ഓടിച്ചെന്ന് നമുക്കറിയാം. എന്നാൽ ആ വണ്ടി ആ സമയത്ത് CCTV-യിൽ വന്നിട്ടുമുണ്ട്. അതിനർത്ഥം സിദ്ധു അറിയാതെ മറ്റാരോ ആ വണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നല്ലേ? അതാരാണെന്ന് കണ്ടുപിടിക്കണ്ടേ അച്ഛാ? ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ശരത്തിന് പെറ്റമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാ മരിച്ചതുപോലെ ഇപ്പൊ ആശുപത്രി കിടക്കുന്നത്. ഏതൊരു മകനും പതറിപ്പോകുന്ന നിമിഷം അത്. എന്നിട്ടും അതിലല്ല അവന്റെ ശ്രദ്ധ. കള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ച് സിദ്ധുവിനെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാന്നുള്ളതാ. അങ്ങനെ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ അപകടത്തിന്റെ യാഥാർത്ഥ്യം പുറത്ത് വരരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ? അങ്ങനെ അവൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? സത്യം അവൻ അറിയാവുന്നോണ്ടായിരിക്കില്ല അച്ഛാ. എങ്കിലത് കണ്ടുപിടിക്കണ്ടേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതെ മോളെ, അത് തന്നെ ചെയ്യണ്ടേ. അപ്പോ അപകടത്തിന് പിന്നിലെ രഹസ്യം ശരത്തിനറിയാം. അതെന്താണെന്നുള്ളത് അവന്റെ മനസ്സ് തുറന്ന് കണ്ടുപിടിക്കണം.
ഇനിയുള്ള എന്റെ ശ്രമം അതിനു വേണ്ടിയായിരിക്കും.